എന്റെ മോനും തന്നെ മരിച്ചോണ്ടാ ഞാൻ ഇങ്ങനെ പിച്ചക്കാരി ആയത്. അല്ലേ ഞാൻ ആകത്തില്ലായിരുന്നു. എനിക്ക് എങ്ങടോ ഇല്ല. എന്റെ ഭർത്താവും മരിച്ചു, എന്റെ മോനും മരിച്ചു പോയി. എനിക്ക് അതിനെഴുതി കൊടുത്തെങ്കിൽ ഞാനും ഇവിടെ കിടന്നുകൊണ്ടിരുന്നതാ. ഞാൻ അഞ്ചാലും പൂട്ടി മരുന്നിന് പോയ നേരത്തിന് പൂട്ടി കെട്ടി കൊണ്ടുപോയതാ. അഞ്ചാലും പൂട്ടി മരുന്നും മേടിച്ച് വന്നപ്പം പൂട്ടി കെട്ടിയേക്കുന്നേ. ഞാൻ പിന്നെ തായ്ക്ക് മുക്കി ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി 2 ദിവസം 1 മാസം നിന്ന്. അവിടെ അവന്റെ ഭർത്താവ് പേർഷ്യയിൽ പോയിട്ട് വന്നപ്പോ ഞാനിങ്ങ് പോരുന്നു. വന്ന് ഇവിടെ ഒരു സിറ്റോട്ടി കിടന്നപ്പോ ആ ചേച്ചി ഒന്ന് വിളിച്ച്, എന്റെ ഭർത്താവിന് ഇച്ചിരി വേണ്ടപ്പെട്ട വിധങ്ങള്. അങ്ങനെ ആ ചേച്ചി ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വാ എന്റെ വീട്ടിൽ വന്നിട, ഈ മഴയത്ത് നിന്നെ കിടത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയി അവിടെ കിടത്തി. ഇന്നലെ ആയപ്പം അവരൊക്കെ ഒരു വിഷപ്പ്. ഞാൻ നേരം വെളുത്തവരെ പച്ചവെള്ളം പോലും കുടിച്ചില്ല. ഇത്രയും സമയമായി ഞാൻ ഒരു പച്ചവെള്ളം പോലും കുടിച്ചില്ല. പ്രേക്ഷകരെ, ഞാനിവിടെ ഈ ചിറ്റയം എന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക. ഈ അമ്മ കുറെ ദിവസം കൊണ്ട് ഫോണിൽ വിളിക്കുന്നു. അമ്മയുടെ വീട് ബാങ്ക് കൈവശപ്പെടുത്തിയിരിക്കുന്നു, ഉടനെ തന്നെ ലേലം ഉണ്ടാവും, അടിയന്തരമായിട്ട് ഞങ്ങൾ സഹായിക്കണം, ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത്, നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്ത് ജനങ്ങളിൽ എത്തിച്ച് അവരുടെയൊക്കെ വീടുകളൊക്കെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അമ്മ ഒരുപാട് കരഞ്ഞു, പാവം. കാരണം ഈ കരച്ചിൽ ഇപ്പോൾ നിന്നിട്ടില്ല. കാരണം ഇവർക്ക് ആകെ 2 മക്കളായി. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, വലിയൊരു അപകടം വന്നു. ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത്. പക്ഷേ ചികിത്സ കഴിഞ്ഞ് വന്ന് സുഖമായിട്ട് വന്ന് ഇതൊക്കെ തിരിച്ചടയ്ക്കാമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ മകൻ മരണപ്പെടുകയുണ്ടായി. പിന്നെയുള്ളൊരു മകളാണ്, അവർ വേറെ താമസിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയാണ്ട്, ഇതുപോലെ ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു അമ്മയായിട്ട് ഈ അമ്മയെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരെ, നമുക്കറിയാം ഇവർക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, അവർ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പരമാവധി ഒക്കെ പൈസ ഇട്ട്, ഇപ്പോൾ ഏകദേശം 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്, 3 ലക്ഷം രൂപയോളം അവിടെ അടയ്ക്കാനുണ്ടെന്നാണ് അറിഞ്ഞ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ സഹായത്തിൽ ഇവർ പറയുന്നത്, ഈ അമ്മ പറയുന്നത്, ഈ വീട്ടിൽ എനിക്ക് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ഇവിടെ ഇത് തുറന്ന് തന്ന് ഇവിടെ താമസിച്ച് ഞാൻ ഇവിടെ തന്നെ മരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സോമനസുകളെല്ലാം കൂടിയിട്ട് ഈ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. 3 ലക്ഷം രൂപ എല്ലാവരും കൂടി സഹായിച്ചാൽ ഈ അമ്മയ്ക്ക് ഒരു പുതുജീവിതം, അമ്മ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഇവിടെ ഇപ്പൊ തന്നെ അവർ പറയുന്നു, ഞാൻ ഈ കളത്തിന് ഇതിന്റെ ഈ സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത്. ഒന്നുമില്ല, എനിക്ക് ആരുമില്ല. ഞാൻ ഒരു പിച്ചക്കാരിയാ, എനിക്ക് ആരുമില്ല. 2 ലക്ഷം രൂപ എടുത്തത് ഇപ്പൊ ഒരു 3 ലക്ഷം എന്നും പറഞ്ഞതാ. ഇവിടെ കളമെല്ലാം പൂട്ടിക്കെട്ടി എന്നെ ഇവിടെ കൊണ്ട്, എനിക്ക് എങ്ങടോ ഇല്ലാതെ ഞാൻ സിറ്റൗട്ടിലൊക്കെ കിടന്നുറങ്ങിയ. എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാനും എടുക്കാനും ഒന്നും. എനിക്കൊരു മനുഷ്യരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബന്ധുക്കൾ ആരുമില്ല. അല്ലല്ല, എന്റെ മോനെ ഓപ്പറേഷൻ ചെയ്യാൻ നേരം അവരെല്ലാം സഹായിച്ച, അവരൊക്കെ ഇനിയൊന്നും സഹായിക്കല്ല. എന്നെ പോലുള്ള പാവത്തുങ്ങളും മോനെ ഓപ്പറേഷൻ ചെയ്യാൻ നേരം അവരെല്ലാരും സഹായിച്ച്. മോൻ പെട്ടെന്ന് വീണ് പെടലി ഒടിഞ്ഞു പോയതല്ലേ. വീട് അയൽക്കാരിയാ. അപ്പം സെൽവമ്മ ഇല്ലാത്ത സമയത്ത്, മരുന്നിന് പോയ സമയത്ത് അവർ ബാങ്കുകാർ വന്ന് പൊട്ടിക്കൊണ്ടുപോയി. ആരുമില്ല സെൽവമ്മയ്ക്ക്. അന്ന് മുതൽ സെൽവമ്മ ഇങ്ങനെ അലഞ്ഞു നടക്കുക, ആരോരുമില്ലാതെ. ഒരു മോനും ഒരു ഭർത്താവും ഉണ്ട്, എല്ലാവരും മരിച്ചുപോയി. ആരുമില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്യാൻസർ രോഗിയാണ്. അയലത്ത് കിടക്കുക. 2-3 വീടിനപ്പുറത്തൊരു വീട്ടിലൊരു കൂട്ടുകാരുടെ വീട്ടിൽ. മോക്കും ജോലിയൊന്നും ഉള്ളതല്ല. മോടെ ഭർത്താവും ഇല്ലാതെ കിടപ്പ് രോഗിയായി കിടക്കുക, കാലിന് ആക്സിഡന്റ് പറ്റി കിടക്കുക. പോകുമ്പോ മരുമോന് പെങ്ങന്മാരും എല്ലാം ഉള്ള വീടാ, സഹോദരങ്ങളും എല്ലാം. അപ്പൊ സെല്ലിയമ്മ ചെല്ലുമ്പോ അവർക്കൊരു അത് അസ്വസ്ഥത. ഇപ്പൊ എല്ലാവരും കൂടി ഇത് കടവൊന്ന് ഒഴിവാക്കി സെല്ലിയമ്മേനകത്ത് കിടത്തണം. എല്ലാരും കൂടി ചിതി ഒന്ന് ഒഴിച്ച് തരണേ. എനിക്ക് ആരുമില്ല, എനിക്ക് എങ്ങടോ ഇല്ല കിടക്കാനായിട്ട്. എനിക്ക് കിടക്കാൻ ഇടമില്ല. ഈ ജിപിടി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നുണ്ടോ? എല്ലാരും കൂടി എന്നെ ഇതിനകത്ത് കിടത്തി ഉറക്കണേ. ഇതിനകത്ത് കിടന്ന് എനിക്ക് മരിക്കണമെന്ന് താല്പര്യമുണ്ട്.